മുംബൈ ആക്രമണം നടന്നതിന് ശേഷം നമ്മൾ യാതൊരു വിധത്തിലുള്ള തിരിച്ചടിയും നൽകിയില്ല. ഇതിൻ്റെ കാരണം അമേരിക്ക ഇടപെട്ടുകൊണ്ടാണെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി ചിദംബരം പറഞ്ഞു. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നമ്മൾ, അതായത് ABC, ഒരു വാർത്തയും ചെയ്തില്ല എന്ന് ഒരുപാട് പ്രേക്ഷകർ നമുക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യമുണ്ട്. നമ്മൾ അത് ഈ പറയുന്നത് പോലെ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. നമുക്കിന്നത് പരിഹരിക്കാം. ഇന്ന് പരിഹരിക്കുമ്പോഴത്തേക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അന്ന് ഈ മുംബൈ ഭീകരാക്രമണം നടക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ്. 60 മണിക്കൂർ തുടർച്ച ഭീകർ മുംബൈയിൽ അഴിഞ്ഞാടി. 195 പേർ, 22 വിദേശികൾ ഉൾപ്പെടെ 195 പേർ കൊല്ലപ്പെട്ടു, 327 പേർക്ക് പരിക്ക് പറ്റി. അപ്പോൾ അതേക്കുറിച്ച് മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരം പറഞ്ഞത്, എനിക്ക് തിരിച്ചടി കൊടുക്കണം എന്ന് അഭിപ്രായം ഉണ്ടായിരുന്നു, പക്ഷേ അമേരിക്ക വലിയ സമ്മർദ്ദം ചെലുത്തി ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് മാത്രമല്ല, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി കോണ്ടലീസ റൈസ് ഇന്ത്യയിലേക്ക് വന്നിട്ട് പറഞ്ഞു പാകിസ്ഥാനെ ഒന്നും ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ ഇത്രയേറെ ആളുകളെ, 192 ആളുകളെ കൊലപ്പെടുത്തുകയും 400-നടുത്ത ആളുകൾക്ക്, 375ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഒന്നും ചെയ്യരുത് പാകിസ്ഥാനെ എന്ന് അമേരിക്ക പറഞ്ഞു എന്നാണ് ചിദംബരത്തിൻ്റെ വെളിപ്പെടുത്തൽ. ഇത് നമുക്ക് തോന്നുമ്പോൾ അത്ര ലഘുവായി തോന്നേണ്ട കാര്യമല്ല. പക്ഷേ നമ്മൾ കരുതുന്നതിലും വലിയ ഗുരുതരമായ ചില സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്, മുംബൈയിൽ ഇങ്ങനൊരു ഭീകരാക്രമണം നടക്കുമെന്ന് ഇന്ത്യ സർക്കാരിന് അറിയാമായിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതായത് ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസ് ഈ ഭീകരാക്രമണം നടക്കാൻ പോകുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. റിപ്പോർട്ട് ചെയ്ത ആളുടെ പേര് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും മിടുക്കനായ ഇൻ്റലിജൻസ് ഓഫീസർ കേണൽ പ്രസാദ് പുരോഹിത് എന്ന് പറയും. ലഫ്റ്റനൻറ്റ് കേണൽ പ്രസാദ് പുരോഹിത്. പ്രസാദ് പുരോഹിതിനെയാണ് മലേഗാവ് സ്ഫോടന കേസിൽ പ്രതിയാണെന്ന് ആരോപിച്ച് സ്വാതി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊപ്പം പ്രസാദ് പുരോഹിത്, റിട്ടയർഡ് മേജർ രമേഷ് ഉപാധ്യായ, അജയ് രാഹിർക്കർ തുടങ്ങിയ ആളുകൾക്കൊപ്പം പ്രതിയാക്കി ജയിലിലടച്ചത്. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആക്രമണ പദ്ധതി പാകിസ്ഥാൻ പ്ലാൻ ചെയ്യുന്നുവെന്ന് പലതവണ വേഷം മാറി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും തീവ്രവാദികൾക്കൊപ്പം പ്രവർത്തിച്ച് നമ്മുടെ അജിത് ഡോവൽ പ്രവർത്തിച്ചതുപോലെ പല വേഷത്തിൽ പലതവണ പാകിസ്ഥാനിൽ പോയിരുന്നു അല്ലേ? അതെ. പാകിസ്ഥാനിൽ പോയിട്ട് ഒരു തവണ ഡോവലിനെ ഇവർ പിടികൂടി എന്ന് പറഞ്ഞാൽ ഡോവലിന് പറ്റിയൊരു അബദ്ധമാണെന്ന് പറഞ്ഞത്. ഡോവൽ മുടിവെട്ടാൻ കയറിയപ്പോൾ ഇവർ ഈ ഡോവലിൻ്റെ മുടിയിൽ നിന്ന് ഡോവലിനെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്നു. കഥകളാണ്, എനിക്കറിയില്ല, ഇത് ആധികാരികമൊന്നുമല്ല. പല തരത്തിൽ ഈ കഥയ്ക്ക് വേറെയും പ്രശ്നമുണ്ട്. ഡോവൽ അവിടെ ശാസ്ത്രജ്ഞന്മാരെ തിരിച്ചറിഞ്ഞത് മുടിയിലൂടെയാണ് എന്ന് പറയുന്നു. ബാർബർ ഷോപ്പിൽ നിന്ന് മുടിയെടുത്തെന്ന് പറയുന്നു, തിരിച്ചു. ഇതൊക്കെ ഔദ്യോഗികമായി പ്രചരിക്കപ്പെടുന്നതല്ല, കഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നതാണ്. ഏതായാലും ഡോവലിനെ തിരിച്ചറിഞ്ഞു. ഡോവലിനെ ഇവർ പാകിസ്ഥാൻ പിടികൂടിയിട്ട് പിടികൂടി ISIയുടെ, പാകിസ്ഥാൻ ചാര സംഘടനയുടെ ISIയുടെ ക്യാമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ ISIയുടെ ഉദ്യോഗസ്ഥൻ ഡോവലിനെ കണ്ടു, മിസ്റ്റർ ഡോവൽ, ഇന്നാണ് നിങ്ങളുടെ ടിക്കറ്റ്, തിരിച്ചു വെക്കോ എന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. കാരണം ഡോവലിനെ തൊഴാൻ പേടിയായിരുന്നു. അങ്ങനെ അജിത് ഡോവൽ അങ്ങനെ ഒരുപാട് കാലം പാകിസ്ഥാനിൽ മുസ്ലിം വേഷത്തിൽ, മുസ്ലിം നാമധാരിയായി കഴിഞ്ഞ് ഒരുപാട് രഹസ്യങ്ങൾ ചോർത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസിന് വേണ്ടി പാകിസ്ഥാനിൽ പോയി മുസ്ലിമായിട്ട് പണിയെടുത്ത് രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത ആളാണ് ലഫ്റ്റനൻറ്റ് കേണൽ പ്രസാദ് പുരോഹിത് തനിക്ക് കിട്ടിയ വിവരം കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ സൈനിക നേതൃത്വത്തെ അറിയിച്ചു. പക്ഷെ അവിടെ നിന്ന് അത് ചോർന്നുപോയി എന്ന് മാത്രമല്ല, ഇങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയിൽ ഒരു ആക്രമണം നടത്താൻ പോകുന്നു എന്നുള്ള വിവരം ചോർന്നു എന്നത് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ മേധാവിയായിരുന്ന അഹമ്മദ് ഷൂജ പാഷ അറിഞ്ഞു. ISI തലവൻ ഇതറിഞ്ഞപ്പോൾ ISI തലവൻ എന്ത് ചെയ്യുന്നറിയാമോ? ISI തലവൻ നേരിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമായിരുന്ന അന്നത്തെ ആൾ, പ്രധാനമന്ത്രിക്ക് മുകളിൽ ഒരു കസേര ഇട്ടിരുന്ന ആൾ ആരാണ്? ദേശീയ വികസന സമിതി അല്ലേ? ദേശീയ ഉപദേശക സമിതി, നാഷണൽ അഡ്വൈസറി കൗൺസിൽ ചെയർമാൻ എന്ന പേരിലിരുന്ന സോണിയാഗാന്ധിയെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ലഫ്റ്റനൻറ്റ് കേണൽ പുരോഹിതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ നടപടിയെടുത്താൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പദ്ധതി പൊളിയും. ആരൊക്കെ? പാകിസ്ഥാൻ്റെ ചാരസംഘടനയുടെ തലവനായ ഷൂജയും, പിന്നെ ഇന്ത്യയിലുള്ള നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ സിനുവിനോട് പറയാം, നമ്മൾ എന്ന് പറയുമ്പോൾ ഞാനും സിനുവും സോണിയാഗാന്ധിയെ വിളിച്ചു പറഞ്ഞു,
നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതി പൊളിയും. നമ്മൾ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഒരു വലിയ അറ്റാക്ക് നടത്താൻ. വലിയ അറ്റാക്ക്. കാരണം നമ്മളായി അവിടെ അല്ലേ? അതെ, ആ അറ്റാക്കിൻ്റെ ഭാഗമായി ആ അറ്റാക്കിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഹിന്ദു തീവ്രവാദമുണ്ട് എന്ന് സ്ഥാപിക്കണം. അതായിരുന്നു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു ആസൂത്രിതമായ ഒരു ഓപ്പറേഷൻ ഇന്ത്യൻ സർക്കാരിൻ്റെ ഒത്താശയോടെ പാകിസ്ഥാൻ പ്ലാൻ ചെയ്യും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ കേണൽ പുരോഹിതിൻ്റെ റിപ്പോർട്ട്, ലഫ്റ്റനന്റ് കേണൽ പുരോഹിതിൻ്റെ റിപ്പോർട്ട് പരിഗണിക്കരുത്. മാത്രമല്ല പുരോഹിതിനെ ഒതുക്കണം. പുരോഹിത് ഇനി ഉണ്ടായാൽ നമ്മുടെ പദ്ധതികൾ നടപ്പാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മലേഗാവിലെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മാർക്കറ്റിൽ ഒരു സ്കൂട്ടറിൽ പൊട്ടിത്തെറിച്ച ബോംബിൻ്റെ പേരിൽ പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെയും സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന പുരോഹിതാണ് ഈ RDX ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നു എന്നുള്ള ചാർജ് കൊണ്ടുവന്ന് ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവരെ കൊണ്ടുപോയി കസ്റ്റഡിയിൽ അതിഭീകരമായി മർദ്ദിച്ചു. അതായത് വിരലുകൾ വാതിലുകൾക്കിടയിൽ വെച്ചിട്ട് വാതിലടച്ചു, കെട്ടിത്തൂക്കിയിട്ട് അതിഭീകരമായി മർദ്ദിച്ചു. പക്ഷെ അപ്പോഴൊക്കെ എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് എന്തെല്ലാം കിട്ടി എന്ന് ചോദിച്ചു. പാകിസ്ഥാനിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് കിട്ടിയതെന്ന് പറയുക എന്ന് തന്നോട് ഇന്ത്യൻ പോലീസ് ആവശ്യപ്പെട്ടുവെന്ന് കേണൽ പുരോഹിത് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം വിവരം കിട്ടിയത്? അദ്ദേഹം ആ കടുത്ത വേദനയിലും കൊടിയ ഭീകരമർദ്ദനം ഏൽക്കുമ്പോഴും പറഞ്ഞു, ഞാനതെൻ്റെ മേലാഫീസറോട് പറഞ്ഞിട്ടുണ്ട്, ഞാനത് ഇൻ്റലിജൻസ് മേധാവിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തന്നോട് പറയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ കടുത്ത പീഡനങ്ങൾക്കിരയാക്കി ഇവരെ നിശബ്ദരാക്കാനാണ് ശ്രമിച്ചത്. ഇവരെയൊക്കെ അകത്താക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പറ്റി, മുംബൈ ഭീകരാക്രമണം നടന്നു. മുംബൈ ഭീകരാക്രമണം എന്ന് പറയുന്നത് 60 മണിക്കൂറെടുത്തിട്ടാണ് നടന്നത്. അവസാനം സൈന്യം ഇറങ്ങേണ്ടി വന്നു അല്ലേ? സൈന്യം ഇറങ്ങുന്നവരെ 60 മണിക്കൂർ മുംബൈയുടെ പല ഭാഗത്തായി ഭീകരർ അഴിഞ്ഞാടി വന്ന ഈ അജ്മൽ കസം എന്ന് പറയുന്ന അവൻ പിടികൂടിയില്ലേ, അവൻ്റെ കയ്യിൽ രാഖി കെട്ടിയിരുന്നു, അവൻ്റെ നെറ്റിയിൽ കുറിയുണ്ടായിരുന്നു, അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നത് ഹിന്ദു നാമം, സമർ എന്ന പേരുള്ള ബാംഗ്ലൂരുകാരനെന്നുള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു. ഹിന്ദുക്കളാണ് ഈ ആക്രമണം നടത്തിയതെന്ന് സ്ഥാപിക്കേണ്ടി വന്നു. അജ്മൽ കസബിനെ ഒരു കോൺസ്റ്റബിൾ ജീവനോടെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുത്വ ഭീകര ആക്രമണമായി അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് മാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പുസ്തകം എഴുതി, RSS ആണ് ഇതിൻ്റെ പിന്നിലെന്ന്. ഭീകരാക്രമണം നടത്തിയ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞു. ചിദംബരമാണ് ആദ്യമായിട്ട് പറഞ്ഞത്. എന്നിട്ട് എന്താണെന്നറിയോ, ഹിന്ദു ടെറർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ദിഗ്വിജയ് സിംഗ് പുസ്തകം എഴുതി, ഹിന്ദുത്വ ആക്രമണമാണ് ബോംബെയിൽ നടന്നത്. അതായത് പ്രതികളെ പിടികൂടി, അജ്മൽ കസമിനെ പിടികൂടി, അവൻ പാകിസ്ഥാനിയാണെന്ന് അറിഞ്ഞു, അവൻ്റെ മാതാപിതാക്കൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ മക്കളാണെന്ന് പറയുന്ന വിഷ്വൽസ് എല്ലാം പുറത്ത് വന്നിട്ടും കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞു ഇത് ഹിന്ദുക്കൾ നടത്തിയ ആക്രമണമാണ്. ഹിന്ദു ടെററിസം, ഹിന്ദു ഭീകരത അല്ലെങ്കിൽ കാവി ഭീകരത എന്ന വാക്ക് കോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ശ്രമമായിരുന്നു. ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെ അറിവോടെ, ഇന്ത്യയിലെ ഭരണകക്ഷിയുടെ ഒത്താശയോടെ, ഇന്ത്യയിലെ ഭരണകക്ഷി ഷൂജയുടെ പാകിസ്ഥാൻ ISI മേധാവിയായിരുന്ന ഷൂജയുടെ സഹായത്തോടെ നടത്തിയ ഓപ്പറേഷനായിരുന്നു ബോംബെ ഭീകരാക്രമണം. അതിൻ്റെ രഹസ്യങ്ങൾ നേരത്തെ കണ്ടെത്തി, അതിൻ്റെ ആസൂത്രണം നേരത്തെ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിലാണ് ലഫ്റ്റനന്റ് കേണൽ പുരോഹിതിനെ മലേഗാവ് സ്ഫോടന കേസിൽ കുടുക്കിയത്. എന്നിട്ട് ഇയാൾ പറഞ്ഞെന്താണ്, കാശ്മീരിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ലഫ്റ്റനന്റ് കേണൽ പുരോഹിത് മലേഗാവിൽ കൊണ്ടുവന്ന് സ്ഫോടനത്തിൽ ഉപയോഗിച്ചു എന്നായിരുന്നു കേസ്. പക്ഷേ മിലിറ്ററി തന്നെ റിപ്പോർട്ട് കൊടുത്തു. എന്താണെന്നറിയോ, അത് ഇദ്ദേഹം വർക്ക് ചെയ്തത് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, മിലിറ്ററി ഇൻ്റലിജൻസിലാണ്. മിലിറ്ററി ഇൻ്റലിജൻസിലെ ഒരു ഉദ്യോഗസ്ഥന് ഒരു തരത്തിലും സ്ഫോടക വസ്തുക്കളുമായിട്ട് ആക്സസ് ഇല്ല. ഒരു കാരണവശാലും അങ്ങനെ പ്രവർത്തിക്കുന്നവർ വിചാരിച്ചാൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരാൻ കഴിയില്ല എന്ന റിപ്പോർട്ട് ഹാജരാക്കി. അതാണ് അദ്ദേഹത്തെ പുറത്തേക്ക് വരാൻ സഹായിച്ച ഏറ്റവും വീണ്ടും കുടുങ്ങുമായിരുന്നു. ഒരുപക്ഷെ വധശിക്ഷ പോലും കേണൽ പുരോഹിത് കിട്ടുമായിരുന്നു. കേണൽ പുരോഹിത് ജീവിച്ചിരിക്കുന്നതെന്നാണ് ഷൂജ സോണിയാഗാന്ധിയോട് പറഞ്ഞതെന്നാണ് കഥകൾ. അപ്പൊ അത്ര അപകടകാരിയായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപകടകാരി ആർക്ക്? പാകിസ്ഥാന്. പാകിസ്ഥാൻ അപകടകാരിയായിരുന്നു. അപ്പൊ ഇതാണ് വസ്തുത. അപ്പൊ ഇങ്ങനെ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് വളരെ കൃത്യമായി ഇന്ത്യയുടെ ഭരണാധികാരി മൻമോഹൻ സിംഗിനും സോണിയാഗാന്ധിക്കും അഹമ്മദ് ഷൂജ പാഷയുമായിട്ട് വളരെ വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ ഷൂജയുമായി മൻമോഹൻ സിംഗ് കണ്ടിട്ടുണ്ട്. സോണിയാഗാന്ധിക്ക് ഉള്ള ബന്ധങ്ങൾ നമുക്കറിയില്ല. പക്ഷേ സോണിയാഗാന്ധി സ്വാഭാവികമായും പ്രധാനമന്ത്രിയെക്കാളും വലിയ പദവിയിലിരുന്ന ആളാണ്
സോണിയാഗാന്ധി ഉപദേശക സമിതി അംഗം എന്ന നിലയിൽ ഒരു പോസ്റ്റ് ഉണ്ടാക്കി. പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലത്തെ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ ആദ്യം കൈകൊടുത്ത് സ്വീകരിക്കുന്ന വീഡിയോ, എത്രയോ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? മറ്റേ പ്രധാനമന്ത്രി പോലെ കൈകെട്ടി നിൽക്കും. അവർ വന്നിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കാന്നൊക്കെ പറഞ്ഞ പ്രധാനമന്ത്രിയെ വിളിച്ച് ഫോട്ടോയ്ക്കൊക്കെ നിർത്തുന്നത് ഈ സ്ത്രീയാണ്. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ വിവരങ്ങൾ നേരത്തെ ചോർത്തി എടുത്തു കൊടുത്ത നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥനെ, ഇന്ത്യൻ സൈന്യത്തിൻ്റെ മിടുക്കനായ ചാരനെ അതിഭീകരമായി കേസിൽ കുടുക്കി പീഡിപ്പിച്ചത്. അപ്പോൾ അതുമായി കണക്ട് ചെയ്ത് നമ്മൾ വായിക്കണം. അപ്പോൾ അത് കഴിഞ്ഞു. ഇവർ പ്ലാൻ ചെയ്ത പോലെ ലഫ്റ്റനൻറ്റ് കേണൽ പുരോഹിതനെ നിശബ്ദനാക്കി ഇരുമ്പഴികൾക്കുള്ളിൽ അയച്ചു. ഇവിടെ രണ്ടുപേരുടെ പേര് പറയണം. മുംബൈ ഭീകരാക്രമണത്തിൽ വെടിയേറ്റ് മരിച്ച ഹേമന്ത് കാർക്കറയിലെ ACP ആയിരുന്നു. ഹേമന്ത് കാർക്കറയാണ് ലഫ്റ്റനൻറ്റ് കേണൽ പുരോഹിതനെ ഏറ്റവും ക്രൂരമായി ഭേദ്യം ചെയ്തത്. പിന്നെ ഒരാളുകളുണ്ട് പരംവീർ സിംഗ്. ഇപ്പോൾ എണ്ണിയാൽ തീരാത്ത കേസുകളുമായി ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് പരംവീർ സിംഗ്. ഇപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ അറിയുകയാണ്. അപ്പോൾ ഈ കാർക്കറെ ലഫ്റ്റനൻറ്റ് കേണൽ പുരോഹിതനെ അതിഭീകരമായി ഉപദ്രവിച്ചു. പക്ഷേ എന്നിട്ട് ഇയാൾ ഈ ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടായപ്പോൾ അജ്മൽ കസവിൻ്റെ വെടികൊണ്ട് ഇയാൾ ചാവുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഇവിടെ ഉണ്ടാക്കിയ അതെന്താണ്? ഹിന്ദുത്വ ഭീകരർ, RSSകാരെ വിളിച്ചിരുന്ന് വെടിവെച്ചു ഒന്നുമാണെന്ന് ഹേമന്ത് കർക്കറെ. അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഇതൊക്കെ മൊത്തം നെറേറ്റീവായിരുന്നു. ഹിന്ദുത്വ ഭീകരരാണ് ആക്രമണം നടത്തുന്നത്. കേണൽ പുരോഹിതനെ പിടിച്ചതിൻ്റെ പക വീട്ടാനായിട്ട് ഹിന്ദുത്വ ഭീകരർ ആരെ കൊന്നു? കാർക്കറയെ കൊന്നു. കാർക്കറെ വെടിയേറ്റ് മരിക്കേണ്ട ആൾ തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ഒരു ഇൻ്റലിജൻസ് ഓഫീസറെ, മിലിറ്ററി ഇൻ്റലിജൻസ് ഓഫീസറെ, താൻ കൂടി അംഗമാകുന്ന രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടൊരു ഓഫീസറെ അതിഭീകരമായി ഭേദ്യം ചെയ്ത മൃഗതുല്യനായ മനുഷ്യനായിരുന്നു കാർക്കറെ എന്ന് അദ്ദേഹം പറയുന്ന അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ആർക്കെങ്കിലും തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല. അപ്പം വിധി, ദൈവം ഒരുക്കി വെച്ച ഒരു വിധിയാണ് കാർക്കറയ്ക്ക് കിട്ടിയത്. അപ്പോൾ ഈ സംഭവം ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഈ പശ്ചാത്തലം വെച്ച് നമ്മൾ നോക്കണം. അങ്ങനെ മുംബൈ ഭീകരാക്രമണം നടന്നു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാണ്. സോണിയാഗാന്ധി ദേശീയ ഉപദേശക സമിതി അധ്യക്ഷ സ്ഥാനത്തുണ്ട്. അപ്പോഴാണ് അക്കാലത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചിദംബരത്തിൻ്റെ വെളിപ്പെടുത്തൽ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മുംബൈ ഭീകരാക്രമണം നടന്നിട്ടും ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കാതിരുന്നത്? അമേരിക്ക പറഞ്ഞിട്ടാണ്, ശരി. അപ്പം മാത്രമല്ല, അമേരിക്ക പറഞ്ഞില്ലെങ്കിൽ ഇവർ തിരിച്ചടിക്കില്ലായിരുന്നു. കാരണം ഇവർക്കറിയാമായിരുന്നു ഇങ്ങനെ ആക്രമണം നടക്കുമെന്ന്. അങ്ങനെ ഒരു ആക്രമണം നടക്കണമെന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നു. കാരണം ഈ പുരോഹിതനെ, പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെയൊക്കെ പീഡിപ്പിക്കുമ്പോൾ അവരോട് പറഞ്ഞ കാര്യം, ഇത് RSS പറഞ്ഞിട്ടല്ലേ, ഇത് മോഹൻ ഭഗവത് പറഞ്ഞിട്ടല്ലേ, ഇത് യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടല്ലേ, പറ, അവരുടെ പേര് പറ, അവരെ കൊടുക്കാൻ വേണ്ടി അവരുടെ പേര് പറ എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചിരുന്നു. ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നൊരു മുസ്ലിം പോലീസുകാരൻ, അയാൾ വെളിപ്പെടുത്തി മോഹൻ ഭഗവതിൻ്റെ പേര് പറയണമെന്ന് തൻ്റെ മേലുദ്യോഗസ്ഥന്മാർ സമ്മർദ്ദം ചെലുത്തിയത്. അയാൾ തുറന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ എത്ര വലിയ നീചമായ ഒരു പദ്ധതിയാണ് ഇന്ത്യ ഭരിച്ച പാർട്ടി, പ്രധാനമന്ത്രിക്ക് മേൽ കസേരയിട്ടിരുന്ന ഒരു സ്ത്രീ, ഒരു വിദേശ സ്ത്രീ നമ്മുടെ രാജ്യത്തോട് ചെയ്തത്. ഏതായാലും രാജ്യം അതിന് പ്രായശ്ചിത്തം ചെയ്യുകയാണ്. ലഫ്റ്റനൻറ്റ് കേണൽ പുരോഹിതനെ ഇപ്പോൾ സൈന്യം തിരിച്ചെടുത്തു, കേണൽ പദവി കൊടുത്തു. ആളുകളൊക്കെ പറയുന്നുണ്ട് അജിത് ഡോവൽ കഴിഞ്ഞാൽ ഇത്രയും രഹസ്യാത്മകമായി പ്രവർത്തിക്കാൻ, ഇത്രയും സാഹസികമായി പ്രവർത്തിക്കാൻ, ഇത്രയോടെ ധീരതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന മറ്റൊരു ഓഫീസർ നമ്മുടെ സൈന്യത്തിൽ ഉണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്ന ചിലരുണ്ട്. ഉണ്ടാവാം, നമുക്കറിയില്ല. നമ്മളിപ്പോൾ രണ്ട് പേരുകൾ, ഡോവലിൻ്റെ പേര് കേൾക്കുന്നു, കേണൽ പ്രസാദിൻ്റെ പേര് കേൾക്കുന്നു. പക്ഷേ പേരറിയാത്ത, മുഖമറിയാത്ത എത്രയോ പേർ രാജ്യത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങൾ, കുൽഭൂഷൺ സിംഗ് യാദവില്ലേ, ഇറാനിൽ കച്ചവടക്കാരനായിട്ട് പ്രവർത്തിച്ച, റോയാണെന്ന് പറഞ്ഞ് പിടിച്ച് പാകിസ്ഥാൻ ജയിലിലിട്ടിരിക്കുന്ന യാദവ്, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു കവാട്ട് ഓപ്പറേഷൻ നടത്തി പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത രാജ്യത്തുണ്ട്. പക്ഷേ രാജ്യത്തെ ഭരണാധികാരികൾ തന്നെ അവരെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ, വർഗീയ ലക്ഷ്യത്തോടെ കള്ളക്കേസിൽ കൊടുക്കുന്നു എന്ന് വരുമ്പോൾ എത്ര ഭീകരമാണല്ലേ. അതാണ് ഇപ്പോൾ കേണലായിരിക്കുന്ന പ്രസാദ് പുരോഹിതിൻ്റെ കഥ പറയുന്നത്. അപ്പോൾ കൊണ്ടലീസ റൈസ് ഇവിടെ വന്നിട്ട് പറഞ്ഞു പാകിസ്ഥാനെ ആക്രമിക്കരുത്. അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സോണിയാഗാന്ധിയുടെ സർക്കാർ പാകിസ്ഥാനെ ആക്രമിക്കില്ലായിരുന്നു. കാരണം പാകിസ്ഥാനും സോണിയാഗാന്ധിയും കോൺഗ്രസും കൂടെ ചേർന്ന് ആസൂത്രണം ചെയ്തതാണ് മുംബൈ ഭീകരാക്രമണം. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് പറയുന്നുണ്ടല്ലോ പാകിസ്ഥാൻ ഇന്ത്യ കീഴടങ്ങി എന്നൊക്കെ ഇവരുടെ മകൻ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അപ്പോൾ തള്ള ചെയ്ത പണി എന്താ? പാകിസ്ഥാൻ്റെ കൂടെ ചേർന്നിട്ട് ഇന്ത്യക്കാരെ വെടിവെച്ച് കൊല്ലാൻ മുസ്ലിം ഭീകരവാദികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുത്ത ഒരു തള്ളയുടെ മകനാണ് ഇപ്പോൾ പാകിസ്ഥാനെ
ന്യായീകരിക്കാനും പാകിസ്ഥാൻ്റെ മുന്നിൽ മോദി കീഴടങ്ങി എന്ന് പറയാനും നടക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ എത്ര വൃത്തികെട്ട ജനാധിപത്യ വേഷം കെട്ടിയ ഭീകരന്മാരെയാണ് കാണുന്നതെന്ന് ഓർത്തു പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.